ഒരു മഹാനാകുവാനുള്ള സർവ്വലക്ഷണങ്ങളോടും കൂടി ജനിച്ചവനാണ് ഞാൻ. പിന്നെ മഹാനാകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയെന്നേ ഉള്ളൂ. മറ്റുള്ളവർക്ക് അറിയില്ലെങ്കിലും ഞാൻ ആ രഹസ്യം ഇപ്പോൾ വെളിപ്പെടുത്തുക. ഞാനൊരു മഹാൻ തന്നെയാണ്. പിന്നെ അത് മറ്റുള്ളവർ അറിഞ്ഞില്ല എന്നുള്ളത് അതെൻ്റെ കുറ്റമല്ല. അതുകൊണ്ട് മഹാനായ ഞാൻ എൻ്റെ മഹാജന്മത്തെക്കുറിച്ച് ഒരു പാട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലെ ഏതാനും വരികൾ ഞാനിവിടെ പാടുന്നുണ്ട്. കുംഭം 3-ാം തീയതി ഞാൻ ആ പാട്ടിൻ്റെ പൂർണ്ണരൂപം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ പാട്ട് കേട്ടിട്ട് നിങ്ങൾ പറയും ഞാൻ മഹാനാണോ അല്ലേ എന്ന്. പിന്നെ ആ പാട്ട് കേട്ടതുകൊണ്ട് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഒരു പാട്ടും കേൾക്കില്ല എന്ന് ദയവായിട്ട് നിങ്ങൾ തീരുമാനിക്കുകയും ചെയ്യരുത്. അപ്പോൾ എങ്ങനെയാ? പാട്ട് കേൾക്കാൻ തയ്യാറല്ലേ? ഇതാ ഏതാനും വരികൾ കേട്ടോളൂ. തെക്കേത്തെ മാലിക്കണ്ടത്തിൽ നിന്ന് തലയിലൊരു കുട്ടക്കുമ്പളങ്ങ കുണ്ടനിട വഴി താണ്ടി നടന്നു റോസാപ്പെണ്ണ് നിറവയറ്. കുണ്ടനിട വഴി താണ്ടി നടന്നു റോസാപ്പെണ്ണ് നിറവയറ്. തോളിലൊരു കുലത്തേങ്ങയുമായി കൊച്ചപ്പൻ പിന്നാലെ തന്നെയുണ്ട്. തോളിലൊരു കുലത്തേങ്ങയുമായി കൊച്ചപ്പൻ പിന്നാലെ തന്നെയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ പെണ്ണു വേറും വയറ്റാട്ടിപ്പാറുൻ്റെ വാക്കാണ്. ഇന്നല്ലെങ്കിൽ നാളെ പെണ്ണു വേറും വയറ്റാട്ടിപ്പാറുൻ്റെ വാക്കാണ്. കുംഭമാസത്തില് ഹോയ് 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 കുംഭമാസത്തിലെ 3-ാം നാള് അന്നാണ് എൻ്റെ പിറന്നാള്. അന്നാണ് എൻ്റെ പിറന്നാള്. തെക്കേത്തെ മാലിക്കണ്ടത്തിൽ നിന്ന് തലയിലൊരു കുട്ടക്കുമ്പളങ്ങ കുണ്ടനിട വഴി താണ്ടി നടന്നു റോസാപ്പെണ്ണ് നിറവയറ്. കുണ്ടനിട വഴി താണ്ടി നടന്നു റോസാപ്പെണ്ണ് നിറവയറ്. അന്തിക്കതിരവൻ മാനത്തു നിന്നും താഴോട്ടിറങ്ങുവാൻ നേരമായി. അന്തിക്കതിരവൻ മാനത്തു നിന്നും താഴോട്ടിറങ്ങുവാൻ നേരമായി. 4 കാലോലപ്പുരക്കരികെത്തി റോസാപ്പെണ്ണിനു നോവു തുടങ്ങി. 4 കാലോലപ്പുരക്കരികെത്തി റോസാപ്പെണ്ണിനു നോവു തുടങ്ങി. കുംഭമാസത്തില് ഹോയ് 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 കുംഭമാസത്തില് 3-ാം നാള് അന്നാണ് എൻ്റെ പിറന്നാള്. അന്നാണ് എൻ്റെ പിറന്നാള്. അന്നാണ് എൻ്റെ പിറന്നാള്.